നെന്മാറയിൽ കൊല്ലപ്പെട്ട ആ കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ, അതായത് മരിച്ച 2 പേരുടെയും മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരണം എന്നുള്ള ഒരാഗ്രഹമാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. കാരണം അവർ ഉണ്ടായിരുന്ന ആ വീട്ടിൽ തന്നെ അന്ത്യവിശ്രമം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഇത് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വേറെ എവിടേക്കും കൊണ്ടുപോകണ്ട. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. അച്ഛമ്മയും അവിടെ നിന്ന് വിട്ടു പോവില്ല. ഒറ്റയ്ക്കാണ് ഇത്രയും കാലം അച്ഛമ്മ ഇരുന്നത്. അപ്പൊ അവസാനമായിട്ട് അച്ഛമ്മയും അച്ഛൻ അവിടെ തന്നെ വേണം, വേറെ എവിടേക്കും കൊണ്ടുപോകണ്ട. അച്ഛനും കഷ്ടപ്പെട്ട്, അച്ഛനും ആഗ്രഹം ഉണ്ടായില്ല എൻ്റെ അവസാനം എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന്. അവിടെ തന്നെ മതി, പോത്തുണ്ടി തന്നെ മതി. നിങ്ങൾ ഇവിടെയാണോ സ്ഥിരമായിട്ട്? അവിടെ നിന്ന് പേടിച്ചിട്ടാണോ ഇവിടെ വന്ന്? പേടിച്ചിട്ട് ഞാൻ അമ്മൻ്റെ വീട്ടിലായിരിക്കും, കുനിശ്ശേരിയില്. ഈ അപ്പാപ്പനും അമ്മാമ്മയും ഞാനും മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഇവരാണ് എന്നെ നോക്കുക. ഈ പ്രതിക്ക് എന്തെങ്കിലും എന്തെങ്കിലും അന്ധവിശ്വാസങ്ങൾ, അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ അങ്ങനെ ഉള്ളതായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും കൂടോത്രം? പക്ഷെ അമ്മ മരിച്ചതിന് ശേഷമാണ് ഞങ്ങളെ അറിയണത് അയാൾക്ക് ഇങ്ങനത്തെ അന്ധവിശ്വാസം ഉണ്ട്. ഓരോ ജോത്സ്യനെ കാണാൻ പോയി, നീണ്ട മുടിയുള്ള ആളാണ് അത്ര, അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കോളനിയിൽ അവിടെ ഞങ്ങളുടെ അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും മാത്രമേ ഉള്ളൂ ഇത്രയും നിറയെ മുടി. അപ്പൊ അയാൾ അതുകൊണ്ടായിരിക്കാം, അറിയില്ല. അമ്മയെങ്കിലും പോയി, ഇനി അച്ഛനെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അച്ഛനും പോയി, അച്ഛനെയും കൊന്നു. എന്നിട്ട് ഓരോ റിയാക്ഷനും പോലും പോലീസ് എടുത്തില്ല. ഇച്ചിരിയെങ്കിലും പോലീസ് ഇവരേക്കും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ലെന്നാ പറയുന്നത്. പെട്ടെന്ന് കണ്ടത് അയാൾ തൂക്കുകയായിരിക്കും. എന്നാലല്ല ഞങ്ങൾക്ക് ഒരു സമാധാനം, ഇല്ലെങ്കിൽ എന്നെയും കൊല്ലുമോന്ന് എനിക്ക് അറിയില്ല. നേരത്തെയും ഭീഷണി നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നു? അയാളിങ്ങനെ ആരുടെ അടുത്ത് സംസാരിക്കുകയില്ല. ജനാലിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും നോക്കി വന്നും പോണവരെ നോക്കിയിരിക്കുകയാണ്. അയാളുടെ വീട്ടിൽ നിന്ന് നന്നായി കാണുന്നത് അപ്പുറത്തെ വീട്ടിൽ ഇരിക്കണം, ഞങ്ങളുടെ വീട്ടിലേക്ക് നേരെ കാണാം. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കും ഞങ്ങൾ ആരുടെ അടുത്തെങ്കിലും സംസാരിച്ചാൽ അതൊക്കെ അയാളുടെ ഭാര്യയാണെന്ന് അയാൾ എന്നെ വിശ്വസിക്കണം. എല്ലാവരും തെറ്റിദ്ധാരണ. എന്തിൻ്റെ പേരിലാണ് അച്ഛനെയും കൊന്നെന്ന് അറിയാത്തത്. ഈ അവിടെ വന്നപ്പോ പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോയിരുന്നോ? ഇയാൾ പുറത്തിറങ്ങി വന്നിട്ട്? ഇല്ല, പേടിയായതുകൊണ്ടാണ് ഞാൻ കംപ്ലൈന്റ് കൊടുത്തത്. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. എനിക്ക് അറിയില്ല, അയാൾ എനിക്ക് കാണുമ്പോഴേ പേടിയാണ്. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇങ്ങനെ ഇയാളെ വന്ന സമയത്ത്? അച്ഛൻ എങ്ങനെ പറഞ്ഞു, ഇല്ല നമ്മളെ ഇനി ഒന്നും ചെയ്യില്ല മാന, നീ പേടിക്കണം, നീ പേടിക്കണ്ടെന്ന് എന്നെ പറഞ്ഞത്. അച്ഛനും അറിയില്ലായിരുന്നു ഇനി അച്ഛനെയാണ് കൊല്ലാന്ന്. നാട്ടുകാര് ഇനിയും കൊല്ലണം വേണ്ടാണ് അയാൾ നടന്നത്. എന്തിനാ എൻ്റെ അച്ഛനെ കൊന്നെന്ന് അറിയില്ല. തീർച്ചയായും, അതായത് വലിയ ഒരു ഭയപ്പാടിലായിരുന്നു ഈ കുടുംബം അവിടെ കഴിഞ്ഞിരുന്നത്. പക്ഷേ അതിനൊന്നും തന്നെ യാതൊരു വിധത്തിലും പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളൊരു പരാതി അല്ലെങ്കിൽ ആ ഒരു ദുഃഖം ഇപ്പോഴും ഉണ്ട്. കൂടാതെ ഇനിയിപ്പോൾ അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ അച്ഛനെയും അച്ഛമ്മയെയും ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നാണ്. അതായത് അവർ കഴിഞ്ഞിരുന്ന വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരണമെന്നുള്ളതാണ് മക്കളുടെ ഒരു ആവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്.